എറണാകുളം തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 15-കാരന്റെ ആത്മഹത്യയിൽ മാതാപിതാക്കളിൽ നിന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് വിവരങ്ങൾ ശേഖരിച്ചു. ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതരും ഹിയറിംഗിൽ പങ്കെടുത്തു. YS അഭിനന്ദ് വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് അഭിനന്ദ്, ഇതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം തുടരുകയാണ്, പുരോഗമിക്കുകയാണ്. ഇന്ന് മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. സ്കൂൾ അധികൃതർ ഉച്ചയ്ക്ക് ശേഷമാണോ ഹാജരാകുന്നത്? വിജയകുമാർ, റാഗിങ്ങിനെ തുടർന്ന് എറണാകുളം തൃപ്പൂണിത്തുറയിൽ 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്രമായ അന്വേഷണത്തിലേക്കായിരുന്നു കടന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ കാക്കനാട് ഡെപ്യൂട്ടി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് നേതൃത്വത്തിൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്ലോബൽ സ്കൂൾ അധികൃതർ ഇപ്പോൾ തന്നെ ഇവിടെ എത്തി കൃത്യമായി തന്നെ എന്തൊക്കെയാണ് തങ്ങൾക്ക് പറയാനുള്ളതെന്ന് വ്യക്തമാക്കിയിരുന്നു. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ CBSE സ്കൂളിലെ പ്രിൻസിപ്പൽ, ഒപ്പം തന്നെ ഇന്റർനാഷണൽ സ്കൂളിലെ പ്രിൻസിപ്പൽ, ക്ലാസ് അധ്യാപിക, ഇവർ 3 പേരും കൂടി എത്തിയാണ് ഇപ്പോൾ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നു. ഒപ്പം തന്നെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു. മാതാപിതാക്കളും അമ്മാവനും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. അവർ പ്രധാനമായും ഉന്നയിച്ചത് ഈ സമൂഹ മാധ്യമങ്ങളുടെ ആത്മഹത്യക്ക് ശേഷം മകന്റെ ചിത്രങ്ങൾ വരെ ഉപയോഗിച്ച്, ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ വരെ ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്തിയ സംഭവം ഉണ്ടായിരുന്നു. ഇതിന് കൃത്യമായ നടപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ആവർത്തിക്കുകയാണ് മാതാപിതാക്കൾ. പക്ഷേ മാതാപിതാക്കൾ പ്രതികരിക്കുവാൻ തയ്യാറായില്ല. 2 ദിവസത്തിന് ശേഷം വിശദമായി തന്നെ എല്ലാ വിവരങ്ങളും അടങ്ങിയ രേഖകളുമായി മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് മാതാപിതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു വഴിയിലൂടെ അവർ പോവുകയായിരുന്നു. ഇപ്പോൾ കുട്ടി നേരത്തെ പഠിച്ച സ്കൂളിലെ അധികൃതരുമായി ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എസ് ഷാനവാസ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നൽകും. അത് മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും അല്പസമയത്തിന് അകം തെളിവുകൾ ശേഖരിക്കുന്ന നടപടികൾ പൂർത്തിയാകും. വിജയകുമാർ. മാതാപിതാക്കളിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് വിവരങ്ങൾ ശേഖരിച്ചു. വിശദമായ മൊഴി രേഖപ്പെടുത്തി എന്ന മട്ടിൽ അന്വേഷണം നടത്തുകയാണ്. ഒരു പക്ഷേ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മാധ്യമങ്ങളെ ഇന്ന് കണ്ടേക്കും. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.